അഭിനന്ദി തൊങ്കുഴി പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങൾ കൂടി പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം തൃശൂർ അതിരൂപത മന്ദിരത്തിൽ ആരംഭിക്കുന്നത്. തുടർന്ന് 12:15 തൃശൂർ ഡോളേഴ്സ് ബസിലിക്ക പള്ളിയിൽ പൊതുദർശനം. അതിനുശേഷം ഏകദേശം വൈകിട്ട് 3:30 തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി വിലാപയാത്ര ബസിലിക്ക പള്ളിയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക്. തുടർന്ന് 5 മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നതുവരെ തുടർച്ചയായ പൊതുദർശനമുണ്ടായിരിക്കും. പിന്നീട് 2025 സെപ്റ്റംബർ മാസം 22 തിങ്കളാഴ്ചയാണ് മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ രാവിലെ 9:30 ആരംഭിക്കുന്നത്. 10 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ മറ്റ് കർമ്മങ്ങൾ ആരംഭിക്കും. 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടുള്ളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. 4:30 കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ പൊതുദർശനം. വൈകിട്ട് 6 മണിയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രത്യേകം ഒരു കാര്യം തൃശ്ശൂർ അതിരൂപത അറിയിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാവിനോടുള്ള ആദരവ് സൂചകമായി പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയോ മറ്റ് തുണിത്തരങ്ങളോ സമർപ്പിക്കാനായി അഭ്യർത്ഥിക്കുന്നു. അവ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതാണെന്നും തൃശ്ശൂർ അതിരൂപത അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആപ്തവാക്യം എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള വലിയൊരു കരുണ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷ വേളയിലും അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിമന്യ തൊങ്കുഴി പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അവൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഷെക്കീന ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.